ഹലോ നമസ്കാരം. മൈൻഡ് സൂമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോത്സ്ന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫോർ എവറി വുമൺ. ഓരോ സ്ത്രീയും സാമ്പത്തികമായി സ്വതന്ത്രരാവണം. സാമ്പത്തിക സ്വാതന്ത്ര്യം ഓരോ സ്ത്രീയും നേടിയിരിക്കണം. അത് എന്തുകൊണ്ടാ പറയുന്നതെന്ന് അറിയോ? നമ്മൾ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ടവരല്ല. നമുക്കും ഒരു ഐഡന്റിറ്റിയും വാല്യൂയും വേണ്ടേ ഈ സമൂഹത്തിൽ? ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളുടെ ഒരു ജേണി തന്നെ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. നമ്മൾ ചെറുപ്പം മുതലേ കല്യാണം കഴിക്കുന്നത് വരെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു 18 വയസ്സ് വരെ നമ്മൾ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്തൊരു കാര്യത്തിനും അച്ചാത്ത വാപ്പാത്ത അങ്ങനെ നമ്മൾ ചോദിക്കും, പാരന്റ്സിനോട് ചോദിക്കും, ഫാദറിനെയോ മദറിനെയോ ഡിപ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി വലുതായി വാർദ്ധക്യത്തിലൊക്കെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മക്കളെ ഡിപ്പെൻഡ് ചെയ്യും. നമുക്കായിട്ട് നമ്മളൊരു സേവിങ്സോ നമുക്കായിട്ട് ഒരു കരുതലോ നമ്മൾ കരുതി വെച്ചിട്ടുണ്ടാവില്ല. ആ സമയത്ത് എന്താവും? നമ്മുടെ മക്കളൊക്കെ ആശ്രയിച്ച് കഴിയേണ്ട ഒരു കാലഘട്ടത്തിൽ അവരുടെ വായിരിക്കുന്നത് മുഴുവനും കേട്ട് എങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ചെറുപ്രായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ ഏജിൽ തന്നെ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണത് നമ്മുടെ മാരേജിന് മുന്നേ തന്നെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. നമ്മളൊരു ജോലി നമുക്ക് കണ്ടെത്തിയിട്ടുണ്ടായിരിക്കണം. നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വേണം നമ്മൾ മാരേജിലേക്ക് തന്നെ കടക്കാൻ തന്നെ. ഇനി അഥവാ നമ്മൾ മാരേജ് കഴിഞ്ഞിട്ട് നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടോ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടോ നമ്മുടെ എഡ്യൂക്കേഷനോ ജോലിയോ ഉപേക്ഷിക്കേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല. നമുക്കിനിയിപ്പോ മക്കളെ നോക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വേറൊരു മെയ്ഡിനെയോ ഹൗസ് മെയ്ഡിനെയോ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് നമുക്ക് മക്കളെ അവരെ ഏൽപ്പിച്ച് നമുക്ക് ജോലിക്ക് പോകാവുന്നതാണ്. ഇന്ന് പ്ലേ സ്കൂള് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഒരിക്കലും നിങ്ങൾ ആർക്കു വേണ്ടിയും നിങ്ങളുടെ ജോലി ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇനി അതല്ല, നിങ്ങൾ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ച് വിട്ട സ്ത്രീകളാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ ഇനി എങ്ങനെയാണ് എൻ്റെ ലൈഫിൽ മുന്നോട്ട് പോവുക എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു എവ്രി വൺ ഈസ് യൂണീക്ക് ആണ് അല്ലേ? എല്ലാവരും വ്യത്യസ്തരാണ്. എല്ലാവർക്കും ഓരോ കഴിവുകൾ ഉണ്ടാവും. നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്തുക. നിങ്ങൾക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ കഴിവുണ്ടോ? നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങുക. നിങ്ങൾ ഉണ്ടാക്കുന്ന കേക്കുകൾ അതിൽ ഇട്ടുകൊണ്ടേ ഇരിക്കുക. അതൊരു ദിവസം ക്ലിക്കാവും. നിങ്ങൾക്ക് മെഹന്തി ഇടാൻ അറിയോ? നിങ്ങൾ മെഹന്തി ആർട്ടിസ്റ്റിന്റെ മെഹന്തി ഹെന്ന ബൈ ജോത്സ്നാന്നോ എന്തെങ്കിലും ഒരു പേജ് തുടങ്ങി നിങ്ങൾ അത് ഇട്ട് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും അതിലൊരു വിജയം ഉണ്ടായിരിക്കും. ഒരു ദിവസം നിങ്ങൾ ക്ലിക്കാവാതിരിക്കില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തൊരു കഴിവും എന്താണ് നിങ്ങളുടെ കഴിവെന്ന് നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് നിങ്ങൾ ഇറങ്ങുക. നമ്മളെ സ്റ്റാർട്ടപ്പ് ചെയ്യാണ്ട് ആരും നമ്മളെ അടുത്തേക്ക് വരില്ല. നമ്മൾ തന്നെ നമുക്കുള്ള ഒരു ഇൻഡിപെൻഡൻസി, ഒരു സ്വാതന്ത്ര്യം നമ്മൾ കണ്ടെത്തണം. ഒരാളും നമുക്ക് തരില്ല. ചില ഭർത്താക്കന്മാര് പറയും, എൻ്റെ ഭാര്യ ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ അവൾക്ക് അധ്വാനിച്ചു കൊടുക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഭർത്താവ് തരുന്നത് കൊണ്ട് സമാധാനമായിട്ടിരിക്കുന്ന സ്ത്രീകൾ ഈ വീഡിയോ കാണണമെന്നില്ല. പക്ഷെ അതല്ല, എനിക്ക് അത് മാത്രം പോരാ, എനിക്ക് സ്വന്തമായി എൻ്റെ കയ്യിൽ എന്തെങ്കിലും വേണം, അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ്, ഒരു സൽവാർ എടുക്കണമെങ്കിൽ അതിനൊരു 8,000 ആണെന്ന് വിചാരിച്ചോ. അപ്പൊ നമുക്കത് എടുക്കാൻ പറ്റില്ല. ഹസ്ബൻഡിന്റെ ഫിനാൻസും കൂടി നമുക്ക് നോക്കണം. ആളോട് നമുക്ക് കൈനീട്ടേണ്ടി വരും. ആളിത് എടുത്തു തന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടം അവിടെ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്കത് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരരുത്. നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ വാങ്ങണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണം. നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അത് നമ്മുടെ അനിവാര്യതയാണ്, നമ്മുടെ ചോയ്സ് അല്ല. നമുക്ക് വേണമെങ്കിൽ ചെയ്യാന്നല്ല. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ രണ്ടുപേരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാൻ സാധിക്കും. നമുക്ക് ഒരുപാട് ഡ്രീം പ്ലേസസ് കാണാൻ പറ്റും. നമുക്ക് ലക്ഷറി ലൈഫ് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. സക്സസ് ലൈഫ് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ചെറുപ്പത്തിൽ കിട്ടാത്തതൊക്കെ നമുക്ക് സാധിപ്പിക്കാൻ നമ്മൾ രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് സാധിക്കും. അപ്പോൾ ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. നമ്മുടെ കഴിവ് കണ്ടെത്തുക. നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഇല്ലേ? നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യൂ. നിങ്ങൾ സ്വന്തമായി ഒരു വരുമാന മാർഗം കണ്ടെത്തൂ. പിന്നെ എത്രയോ പേര് ക്ലോത്തിങ് ബിസിനസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ പേജ് തുടങ്ങി സെയിൽ ചെയ്യുന്നുണ്ട്. ബ്യൂട്ടി ക്രീംസ്, ഹെയർ ഓയിൽ, അങ്ങനെയൊക്കെ എത്രയോ സംരംഭകരാണ് ഇന്ന് വളർന്നു വരുന്നത്. അതും കൂടുതലും സ്ത്രീകളാണ്. അത് എന്തുകൊണ്ടാണ്? ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ ഇന്ന് ആർക്കും സമയമില്ല. കാരണം അവനവന്റെ കാര്യം അവനവന് നോക്കണം. നമ്മൾ നമ്മുടെ സെൽഫ് റെസ്പെക്ട് കഴിഞ്ഞിട്ട് മറ്റുള്ളവരോട് ബെഗ് ചെയ്യേണ്ട ഒരു അവസ്ഥ പ്രത്യേകിച്ച് സ്ത്രീകൾ വരുത്താതിരിക്കുക. നമുക്കൊരു ഐഡന്റിറ്റി വേണം.
ഇപ്പൊ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നമ്മുടെ പാരന്റ്സിന് എന്തെങ്കിലും നമുക്ക് കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ. എപ്പോഴും നമുക്ക് ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ വീട്ടുകാർക്ക് കൊടുക്കൂ, എൻ്റെ അനിയത്തിമാർക്ക് കൊടുക്കൂന്ന്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറിന്ന് ഒരു പങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ്സിന് കൊടുക്കാം. കാരണം നിങ്ങൾ ഇത്രയും വളർത്തി വലുതാക്കിയത് അവരാണ്. അവരെ നമ്മൾ മറക്കാൻ പാടില്ല. ഇപ്പൊ പെമ്മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് വേറെ ഒരു ഇൻകം ഏണറൊന്നും ഇല്ല. അപ്പൊ അവര് എന്ത് ചിന്തിക്കും? എൻ്റെ മക്കൾ എന്തെങ്കിലും തരുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവും ഉള്ളിൻ്റെ ഉള്ളില്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. നമ്മൾ ആരെയും ആശ്രയിച്ച് ജീവിക്കേണ്ടവരല്ല. പിന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് പോകുന്നു, അത് നിങ്ങൾ എല്ലാം കൊണ്ട് നിങ്ങളെ ഹസ്ബൻഡിനെ ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിനെ ഏൽപ്പിക്കുന്നു എന്ന് വിചാരിച്ചോ. എന്നിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് ഒരു 5000, 2000, 3000 ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നിങ്ങളുടെ ATM കാർഡ് കൊണ്ടുപോയി ഹസ്ബൻഡിന് കൊടുത്തിട്ട് എല്ലാം അവരാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോഴും നിങ്ങൾ ആശ്രയിച്ചല്ലേ ജീവിക്കുന്നത്? അങ്ങനെയല്ല. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിനാൻസ് നിങ്ങൾക്ക് മാനേജ്മെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾക്കൊരു 10,000 രൂപ സാലറി ഉണ്ടെങ്കിൽ 40% നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാനും കഴിയണം. നിങ്ങളുടെ പൈസ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയണം. എന്ന് വെച്ച് ഭർത്താവിനെ ധിക്കരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കുക, എൻ്റെ പൈസയ്ക്ക് ഞാൻ ഉപയോഗിച്ചോളാം. ഹസ്ബൻഡിനോട് പറയാം, ചേട്ടാ എൻ്റെ പൈസ ഞാൻ ഉപയോഗിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അപ്പൊ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റില്ലേ? കല്യാണം കഴിയാത്ത കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം മാത്രം മാരേജിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ നിങ്ങൾക്കൊരു ധൈര്യം ഉണ്ടായിരിക്കും, നിങ്ങൾക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, നിങ്ങൾക്ക് കയറി ചെല്ലുന്നിടത്ത് തന്നെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഒരു സാമ്പത്തികമായി സ്വാതന്ത്ര്യമുള്ള ഒരു സ്ത്രീനെ എല്ലാവരും ബഹുമാനിക്കും, ഒരു റെസ്പെക്റ്റ് ഉണ്ടാവും, എവിടെയോ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. നിങ്ങളുടെ മക്കളുടെ മുന്നിലായാലും സമൂഹത്തിന്റെ മുന്നിലും നമുക്കൊരു വില ഉണ്ടാവും, നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവും. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന അമ്മമാരോ താത്തമാരോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കുക, നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് നിങ്ങൾ ഇന്ന് തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക. സാമ്പത്തിക സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുക്കണം. അത് നമുക്ക് അനിവാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇനി സേവിങ്സ് ചെയ്യണം എന്ന് പറയണത് എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ ലൈഫില് നമ്മുടെ വീട്ടിൽ ഒരാൾ ഇൻകം ഏണർ ഒരിക്കൽ ഇല്ലാതായിന്ന് വരുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾക്കൊരു ഫണ്ട് അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങളുടെ കയ്യിൽ വേണം. നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുകയാണെന്ന് വിചാരിച്ചു, അപ്പൊ നിങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇപ്പൊ കൊറോണ സമയത്തൊക്കെ ഒരുപാട് സ്ത്രീകളുടെ ജോലി, പുരുഷന്മാരുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഇൻകം വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് പരമായിട്ട് ആരോഗ്യപരമായി അസുഖങ്ങൾ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു റിലാക്സേഷൻ വേണം, നിങ്ങൾക്കൊരു ലീവ് വേണം, നിങ്ങൾക്കൊരു വിശ്രമം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഫണ്ട് വേണ്ടേ? നിങ്ങൾക്ക് എന്താ പറയാ, അത് ആ സമയം റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ളൊരു കരുതൽ നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ നീക്കി വെക്കണം. നമ്മുടെ സാലറിന്ന് എന്തായാലും നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ, ഹോസ്പിറ്റൽ കേസിനായാലും എന്തൊരു ആവശ്യത്തിനും നമ്മുടെ കയ്യിൽ കുറച്ച് മണി നമ്മൾ സേവ് ചെയ്യണം. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, നമ്മൾ FD ഇടാം, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, FD ഇടാം. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു ഇൻകം കിട്ടും. പിന്നെ ഇൻഷുറൻസ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ്. അതിൽ നമുക്ക് ഇൻകം അല്ല, നമുക്ക് ഹെൽത്ത് പരമായിട്ടുള്ള ചെക്കപ്പിനും കാര്യത്തിനൊക്കെ ആ ഇൻഷുറൻസ് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ മണി എവിടെയൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോ, എവിടെയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ഇങ്ങോട്ട് കിട്ടുന്ന രീതിയിലൊക്കെ നിങ്ങൾ വിനിയോഗിക്കണം. നിങ്ങൾ പൈസ നശിപ്പിച്ച് കളയരുത്, ഒരിക്കലും ലാവിഷ് ആവരുത്. ഒരു ബഡ്ജറ്റ് പ്ലാൻ ഉണ്ടാക്കുക, എന്നിട്ട് ആ പ്ലാനോട് കൂടി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ആരും എന്താ പറയാ, ഒരു ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ വീട്ടിലിരിക്കേണ്ടവരല്ല. നിങ്ങളുടെ കഴിവിനെ കണ്ടെത്തിയിട്ട് നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്യുക, നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങുക. ഇനി സമയമാവട്ടെ എന്ന് വെച്ചാൽ സമയം ഒരിക്കലും ആവില്ല, സമയം ഒരിക്കലും നമ്മളെ അടുത്തേക്ക് വരില്ല. സമയം പോയിക്കൊണ്ടേയിരിക്കും, നമ്മുടെ ഏജും പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് തന്നെ നിങ്ങൾ ഉണർന്ന് ചിന്തിച്ചിട്ട് ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യുക, ഉയർത്തെഴുന്നേൽക്കുക. അല്ലാതെ സമയം തേടി നിങ്ങൾ ഇരിക്കാൻ പാടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരുപാട് ആഗ്രഹമുള്ള സ്ഥലങ്ങളൊക്കെ ഈ ഇന്ത്യ ലോകം മൊത്തം, നമുക്ക് വേൾഡ്, നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും. ഇപ്പൊ മണാലി കാണണം, കാശ്മീർ കാണണം, സിംഗപ്പൂർ കാണണം, മലേഷ്യ കാണണം, സ്വിറ്റ്സർലാൻഡ് കാണണം, അങ്ങനെ അമേരിക്ക കാണണം, ലണ്ടൻ കാണണം, അങ്ങനെ ഒരുപാട്
നമുക്ക് ഡ്രീം പ്ലേസസ് നമുക്ക് ഉണ്ടാവും. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ, ഒരുപാട് യാത്രകൾ ചെയ്യണം, ഒരുപാട് നമുക്ക് നമ്മുടെ വീട്ടുകാരെയും കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ട്രാവൽ ചെയ്യണം. പക്ഷെ അതിനുള്ള ഫണ്ട് നമ്മുടെ കയ്യിലില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരും, ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതൊരു സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഫണ്ട് നിങ്ങൾ തയ്യാറാക്കുക. ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ഈ പൈസ കൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യണം. ഓരോ സ്ഥലങ്ങൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് പോകാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്ക് ഒരു റോൾ മോഡൽ ആക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം നിങ്ങളുടെ മക്കൾ നിങ്ങളെ കണ്ട് വളരണം. എൻ്റെ മദർ ഒരു ഇൻഡിപെൻഡന്റ് വുമൺ ആയിരുന്നു, ഒരു ഓൺടർപ്രണർ ആയിരുന്നു, മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കാത്തൊരു വുമൺ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് അവർക്ക് തോന്നിപ്പിച്ചെടുക്കാൻ പറ്റിയ അതാണ് നിങ്ങളുടെ വിജയം. നിങ്ങളുടെ മക്കള് നിങ്ങളൊരു റോൾ മോഡൽ ആക്കി, അതിലും വലിയ സന്തോഷം നിങ്ങൾക്ക് എന്താ ഉള്ളത്? അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇൻഡിപെൻഡന്റ് ആവുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.